നമസ്കാരം. ഒരു ദിവസം വയലാർ രാമവർമ്മ വീട്ടിലേക്ക് വന്നപ്പോൾ കണ്ടത് അമ്മ അംബാലിക തമ്പുരാട്ടി രോഗബാധിതയായി കിടപ്പിലായ കാഴ്ചയാണ്. അമ്മയ്ക്ക് കുറെ ദിവസമായി സുഖമില്ലാതായിട്ട്. എന്നാൽ സിനിമയുടെ തിരക്കുകൾക്കിടെ അമ്മയെ കാണാനോ രോഗവിവരം അന്വേഷിക്കാനോ വയലാറിന് സാധിച്ചിരുന്നില്ല. അതിന്റെ കുറ്റബോധം വയലാറിനുണ്ടായിരുന്നു. അമ്മയെ കണ്ട വയലാർ സങ്കടത്തോടെ അമ്മയുടെ കട്ടിലിനരികിൽ വിഷമത്തോടെ ഇരുന്നു. അല്പസമയത്തിനു ശേഷം ഒരു കടലാസ് എടുത്ത് അതിൽ ഒരു കവിത എഴുതി അത് അമ്മയെ വായിച്ചു കേൾപ്പിച്ചു. അമ്മേ അമ്മേ, അവിടുത്തെ മുന്നിൽ ഞാനാര് ദൈവമാര് എന്നായിരുന്നു ആ കവിതയുടെ തുടക്കം. പിന്നീട് കുറെ കാലം കഴിഞ്ഞ് ആ കവിത അദ്ദേഹം ഒരു സിനിമയ്ക്ക് കൊടുത്തു. മലയാറ്റൂർ രാമകൃഷ്ണന്റെ തിരക്കഥയിൽ പി.എൻ. മേനോൻ സംവിധാനം ചെയ്ത് 1973 പുറത്തിറങ്ങിയ ചായം എന്ന സിനിമയിൽ ദേവരാജൻ മാസ്റ്ററുടെ സംഗീതത്തിലാണ് പിന്നീട് ആ കവിത നമ്മൾ കേൾക്കുന്നത്. ഒരു മാതൃസ്തുതി ഗാനമായി ദേവരാജൻ മാസ്റ്റർ ഈണമിട്ട ആ ഗാനം പാടാൻ ഭാഗ്യം ലഭിച്ചത് ഐരൂർ സദാശിവൻ എന്ന ഗായകനാണ്. മരം എന്ന സിനിമയിൽ യൂസഫലി കേച്ചേരി എഴുതി ദേവരാജൻ മാസ്റ്റർ സംഗീതം നൽകിയ മൊഞ്ചത്തിപ്പെണ്ണെ നിൻ ചുണ്ട് എന്ന ഗാനമാണ് ഐരൂർ സദാശിവൻ സിനിമയ്ക്ക് വേണ്ടി ആദ്യം പാടിയത്. പക്ഷേ ചായം എന്ന സിനിമയാണ് ആദ്യം പുറത്തു വന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആദ്യ പിന്നണി ഗാനമായി അമ്മേ അമ്മേ അവിടുത്തെ മുന്നിൽ ഞാനാര് ദൈവമാര് എന്ന ഗാനം അറിയപ്പെട്ടു തുടങ്ങി. വയലാറിന്റെ ഇഷ്ടഗായകനായിരുന്നു ഐരൂർ സദാശിവൻ. പലപ്പോഴും സദാശിവനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അമ്മയുടെ അടുത്തിരുത്തി അമ്മേ അമ്മേ അവിടുത്തെ മുന്നിൽ ഞാനാര് ദൈവമാര് എന്ന പാട്ട് പാടിപ്പിക്കുമായിരുന്നു വയലാർ. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന് ഈ പാട്ട്. അമ്മയ്ക്കും വലിയ പ്രിയമായിരുന്നു ആ വരികളും സദാശിവന്റെ ആലാപനവും. പത്തനംതിട്ട ജില്ലയിലെ ഐരൂരിൽ പത്മനാഭന്റെയും കുഞ്ഞിക്കുട്ടിയുടെയും 5 ആൺമക്കളിൽ ഏറ്റവും മൂത്തവനായി 1939 സദാശിവൻ ജനിക്കുന്നത്. അച്ഛന്റെ പാട്ടുകൾ കേട്ടാണ് സദാശിവൻ വളർന്നത്. കലാകുടുംബത്തിൽ ജനിച്ച സദാശിവന് സംഗീതം ജന്മസിദ്ധമായി ലഭിച്ച കലയായിരുന്നു. കെ.എസ്. കുട്ടപ്പൻ ഭാഗവതരിൽ നിന്ന് സംഗീതം ശാസ്ത്രീയമായി അഭ്യസിച്ചു. ഡാൻസർ ചന്ദ്രശേഖരൻ നായരുടെ ഓപ്പറ ഹൗസിൽ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ സംഗീതത്തിൽ പാടിയ സദാശിവൻ ചങ്ങനാശ്ശേരി ഗീതയിലൂടെയാണ് നാടക സംഗീതത്തിലെത്തിയത്. ഗീതയുമായുള്ള കരാർ അവസാനിച്ച ശേഷം സദാശിവനെ തേടി 2 ഭാഗ്യങ്ങളെത്തി. KPAC-യിലും കാളിദാസ കലാകേന്ദ്രത്തിലും പാടാനുള്ള അവസരം. എന്നാൽ KPAC-ക്ക് വാക്കുകൊടുത്ത സദാശിവന് ജി ദേവരാജൻ മാസ്റ്ററുടെ സംഗീതത്തിൽ കാളിദാസ കലാകേന്ദ്രത്തിൽ പാടാനുള്ള അവസരം നിഷേധിക്കേണ്ടി വന്നു. മനസ്സാ ഗുരുവായി കാണുന്ന ആളുകളുടെ അവസരം നിഷേധിക്കുന്നത് വിഷമമാണെങ്കിലും KPAC-ക്ക് നൽകിയ വാക്ക് പാലിക്കാൻ സദാശിവൻ അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വന്നു. എന്നാൽ കൂടുതൽ പണം ലഭിക്കുമെന്ന് കരുതിയാണ് താൻ നൽകിയ അവസരം സദാശിവൻ നിഷേധിച്ചത് എന്നാണ് ദേവരാജൻ മാസ്റ്റർ കരുതിയതെന്ന് MK അർജുനനിൽ നിന്നാണ് സദാശിവൻ മനസ്സിലാക്കുന്നത്. പിന്നീട് ആലപ്പുഴയിൽ വെച്ച് ദേവരാജൻ മാസ്റ്ററെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് സദാശിവന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെന്ന് മാസ്റ്റർ മനസ്സിലാക്കുന്നതും അടുത്ത ചിത്രത്തിൽ പാടാൻ അവസരം നൽകുന്നതും. ദേവരാജന്റെ സംഗീതത്തിൽ ഒരു കോറസ് പാടുന്നത് ഭാഗ്യമായി കരുതിയിരുന്ന കാലത്താണ് ഐരൂർ സദാശിവനെ തേടി ഈ മഹാഭാഗ്യം എത്തിയത്. ഒരു ദിവസം നനച്ചിരിക്കാതെ ഐരൂർ സദാശിവന് ദേവരാജൻ മാസ്റ്ററുടെ വിളി വന്നു. ഉടനെ മദ്രാസിൽ ചെല്ലണം. അതിൽ പരം ഒരു സന്തോഷം അക്കാലത്തുണ്ടോ? വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ മുറിയെടുത്തു കൊടുത്തിട്ട് മാസ്റ്റർ സദാശിവനോട് പറഞ്ഞു, 2 ആഴ്ച വിശ്രമിച്ചോളൂ, അത്യാവശ്യത്തിന് മാത്രം പുറത്തിറങ്ങിയാൽ മതി. പാട്ടു പഠിക്കാൻ തുടങ്ങും മുൻപ് പുതുമുഖ ഗായകരെ പരമാവധി ശാന്തരും പ്രസന്നരും ആക്കുക ദേവരാജന്റെ രീതിയായിരുന്നു. 11ാം ദിവസം പാട്ട് പഠിക്കാൻ കൊടുത്തു. മരം എന്ന ചിത്രത്തിനു വേണ്ടി യൂസഫലി കേച്ചേരി എഴുതിയ മൊഞ്ചത്തിപ്പെണ്ണെ നിൻ ചുണ്ട് നല്ല ചുവന്ന താമരച്ചെണ്ടി എന്ന പ്രണയഗാനം. പൂർണ്ണതയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത സാക്ഷാൽ ദേവരാജൻ മാസ്റ്റർ ആദ്യ ടേക്ക് കഴിഞ്ഞപ്പോൾ ഓക്കെ പറഞ്ഞത് ഐരൂർ സദാശിവൻ എന്ന ഗായകനു ലഭിച്ച ഏറ്റവും വലിയ അവാർഡായിരുന്നു. മുഴക്കവും മാധുര്യവും ഒരുപോലെ സമ്മേളിച്ച ശബ്ദമായിരുന്നു ഐരൂരിന്റെ പ്രത്യേകത. ചിത്രത്തിൽ ഉമ്മർ അവതരിപ്പിക്കുന്ന കഥാപാത്രം ആലപിക്കുന്നതായാണ് ഗാന ചിത്രീകരണം. ഉമ്മറിന്റെ മുഴക്കമുള്ള ശബ്ദത്തിന് യോജിച്ച ആലാപനം. ആദ്യ ഗാനത്തിൽ തന്നെ ഭാവം പകർന്നു പാടാൻ തക്ക പ്രതിഭയായിരുന്നു ഐരൂർ സദാശിവൻ. അരുമ കൈവളക്കൂട്ടം മെല്ലെ കിലുക്കിക്കൊണ്ടുള്ള നോട്ടം എന്ന ചരണത്തിലെ മെല്ലെ എന്ന വാക്കിന് നൽകിയിരിക്കുന്ന ഭാവം ശ്രദ്ധിച്ചാൽ മതി ഈ ഗായകന്റെ കഴിവറിയാൻ. ആരും പതറിപ്പോകാവുന്ന ആദ്യ ഗാനത്തിലാണ് ഈ പരീക്ഷണം എന്നതും ശ്രദ്ധേയം. അടുത്ത വരിയിൽ വിളയാട്ടം എന്ന വാക്കിന് നൽകിയിരിക്കുന്ന ഭാവവും ആകർഷകമായിരുന്നു. ദേവരാജൻ മാസ്റ്റർക്ക് അതൊക്കെ ശരിക്കും ഇഷ്ടമായി. പുതുമുഖ ഗായകരെ നിർമ്മാണ കമ്പനികൾ ഒട്ടും അടുപ്പിക്കാത്ത അക്കാലത്ത് തൊട്ടടുത്ത മാസം ചായം എന്ന ചിത്രത്തിൽ 2 ഗാനങ്ങൾ ദേവരാജൻ സദാശിവന് നൽകി. മലയാളത്തിന്റെ നിത്യവിരഹ ഗാനമായ സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ എന്ന ഗാനം കൈവിട്ടുപോയതാണ് ഐരൂരിന്റെ സംഗീത ജീവിതത്തിലെ ഏറ്റവും വലിയ ദൗർഭാഗ്യം. വയലാർ തന്റെ ആദ്യ ഭാര്യ ചന്ദ്രമതി തമ്പുരാട്ടിക്ക് പ്രണാമം അർപ്പിച്ച് രാജഹംസം എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് ഈ ഗാനം എഴുതിയത്. ദേവരാജന്റെ സംഗീതത്തിൽ ഈ ഗാനം പാടി റെക്കോർഡ് ചെയ്തത് ഐരൂർ സദാശിവനാണ്. സിനിമയിൽ ഗാന ചിത്രീകരണം നടത്തിയതുപോലും ഐരൂർ പാടിയ ഈ ഗാനം ഉപയോഗിച്ചാണ്. എന്നാൽ പിന്നീട് ഗാനത്തിന്റെ വിപണനാവകാശം മറ്റൊരു കമ്പനിക്ക് ലഭിക്കുകയും ഗാനം യേശുദാസിനെ കൊണ്ട് മാറ്റി പാടിപ്പിക്കുകയും
സമർപ്പിക്കുകയും ചെയ്തു. പക്ഷേ നഷ്ടസൗഭാഗ്യങ്ങളെ ഓർത്ത് വിലപിക്കാൻ ഐരൂർ തയ്യാറായിരുന്നില്ല. ഒരു അഭിമുഖത്തിൽ അദ്ദേഹം ആ സംഭവത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞത്: എന്തുകൊണ്ടാണ് എന്റെ പാട്ട് മാറ്റിയത് എന്നൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല. അതേ ചൊല്ലി 2 റെക്കോർഡിംഗ് കമ്പനികൾ തമ്മിൽ വഴക്കുണ്ടായതായി കേട്ടിരുന്നു. എന്തായാലും സന്യാസിനിയുടെ ഒറിജിനൽ റെക്കോർഡ് ഇറങ്ങിയിട്ടില്ല. യേശുദാസിന്റെ ശബ്ദത്തിൽ നാം കേൾക്കുന്ന ആ പാട്ട് സിനിമയുടെ ഫിലിമിൽ നിന്ന് നേരിട്ട് പകർത്തിയതാണ്. അന്നെനിക്ക് നിരാശ തോന്നിയിരുന്നു. എന്നാൽ ഇന്നില്ല. കാരണം അത്ര മനോഹരമായല്ലേ യേശുദാസ് അത് പാടിയിരിക്കുന്നത്. അജ്ഞാതവാസം, കലിയുഗം, പഞ്ചവടി, കൊട്ടാരം വിൽക്കാനുണ്ട്, രാജഹംസം തുടങ്ങി 25ഓളം സിനിമകളിലാണ് ഐരൂർ സദാശിവൻ പാടിയത്. വിഭജിക എന്ന ചിത്രത്തിനു വേണ്ടി അദ്ദേഹം സംഗീതം പകർന്നെങ്കിലും ചിത്രം പുറത്തിറങ്ങിയില്ല. കൂടാതെ നിരവധി ഭക്തിഗാന കേസറ്റുകൾക്കും അദ്ദേഹം സംഗീതം നൽകിയിട്ടുണ്ട്. 1982 ചലച്ചിത്ര പരിഷത്ത് ഏർപ്പെടുത്തിയ വിലക്കാണ് ഐരൂർ സദാശിവനെ സിനിമയിൽ നിന്ന് അകറ്റി നിർത്താൻ കാരണമായത്. ബോംബെ മലയാളി അസോസിയേഷൻ നടത്തിയ ഒരു സ്റ്റാർ നൈറ്റുമായി ബന്ധപ്പെട്ട് കമ്മിറ്റിയെ ധിക്കരിച്ചു എന്നതാണ് കാരണമായി പറഞ്ഞത്. എന്നാൽ ചലച്ചിത്ര പരിഷത്തിലെ ചിലരുടെ അഴിമതി കഥ പുറത്തു കൊണ്ടുവരാൻ നിമിത്തമായതിനെ തുടർന്ന് ഐരൂരിനും ബ്രഹ്മാനന്ദനും പരിഷത്ത് രഹസ്യ വിലക്ക് ഏർപ്പെടുത്തിയതാണെന്നും വാർത്തയുണ്ടായി. ഇതിൽ മനമടുത്ത് അദ്ദേഹം മദ്രാസിനോട് വിടചൊല്ലി കേരളത്തിലെത്തി നാടകരംഗത്തും ആകാശവാണിയിലും സജീവമാവുകയായിരുന്നു. പിന്നീട് സിനിമയുടെ മായിക ലോകത്ത് ഭാഗ്യം പരീക്ഷിക്കാൻ ഈ പ്രതിഭാശാലി ശ്രമിച്ചിട്ടേയില്ല.